എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരു ദാൽ തടുക്ക ഉണ്ടാക്കാം. അതിനായിട്ട് ഇവിടെ കുറച്ച് വേണ്ട പരിപ്പെടുത്തിട്ടുണ്ട്, 1 കപ്പ്. ഇത് മസൂർ ദാൽ എന്ന് പറയും. ഇത് 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് 3-4 പ്രാവശ്യം കഴുകിയിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് ഒരു അരമണിക്കൂർ എങ്കിലും വെക്കണം, എന്നാലേ ഒരു സോഫ്റ്റായിട്ട് ദാൽ കിട്ടത്തുള്ളേ. ഇവിടെ കഴുകി 2-3 വെള്ളത്തിലെടുത്തുകൊണ്ട് വന്നിട്ട് ഞാനിവിടെ നല്ല വെള്ളം ഒഴിച്ച് ഇച്ചിരി നേരം കുതിർക്കാൻ വെക്കാമേ. 1-2 മണിക്കൂർ കുതിർക്കാനിടുവാണെങ്കിൽ നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടും. നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാമേ. അതിനകത്തോട്ട് 1 ബേ ലീഫ്, ഇച്ചിരി ഉപ്പ്, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇത്രയിട്ട് 1 സ്പൂൺ എണ്ണ ഒഴിച്ച്. എന്തിനാണെന്ന് ചോദിച്ചാൽ അത് തിളച്ച് ഇങ്ങനെ ചാടി വരത്തില്ല, കുക്കറിൻ്റെ മുകളിലോട്ട് തിളച്ച് വരത്തില്ല. 1 കപ്പ് ദാലെടുക്കുകയാണെങ്കിൽ നമ്മൾ 3 കപ്പ് വെള്ളം ഒഴിക്കും. അതാണ് പരുവ്. അപ്പം ഒരു 2-3-4 വിസിലടിച്ചിട്ട് പരിപ്പിട വെന്തിരിപ്പുണ്ട്. വേറെ ഒരു ചട്ടിയിലോട്ട് നമുക്ക് 2 വലിയ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്ത്, എണ്ണ ചൂടായി കഴിഞ്ഞപ്പം ഒരു 3/4 ടീസ്പൂൺ ജീരകം ഇട്ട്, പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചതാണ് ഇട്ട് കൊടുത്തത്. അതിൻ്റെ കൂടെ ഒരു ചെറിയ സവാളയും. ഇത് 3 നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റി വന്നു കഴിഞ്ഞപ്പം ഒരു പച്ചമുളക് കൂടെ മുറിച്ചങ്ങോട്ടിട്ട് മുളകും ഒന്ന് വാടട്ടെ. ഇനി നമുക്ക് ഇച്ചിരി മഞ്ഞളിട്ട് കൊടുക്കാം. ആദ്യം പരിപ്പിനകത്ത് മഞ്ഞളിട്ടതാണ്. ഇതിന് ഒരു കളറൊക്കെ കിട്ടാൻ ഇച്ചിരി മഞ്ഞളോട് ഇട്ട് കൊടുക്കാമേ. മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കിനി ഒരു 3/4 ടീസ്പൂണ് മുളക് പൊടി. പച്ചമുളകും ഇട്ടതാണ്, അതനുസരിച്ചാണ് ഇച്ചിരി ഇട്ടത്. എല്ലാം ഇപ്പം മൂത്ത് വന്നേ. ഇനി നമുക്ക് ഒരു തക്കാളി, വലിയൊരു തക്കാളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റായി വരാനായിട്ട് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക. പരിപ്പ് വേവിക്കാൻ വെച്ചപ്പോഴും ഉപ്പിട്ടതാണേ, നോക്കി വെച്ചാൽ ഉപ്പിടേണ്ടത്. അത് കണക്കാക്കി ഇടണം ഉപ്പ്, അല്ലെങ്കിൽ കൂടിപ്പോവും. ഇനി നമ്മൾ 4 വിസിലടിച്ച നമ്മുടെ പരിപ്പ് അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. കുക്കറിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച് അതോടെ ഇങ്ങ് കഴുകിയെടുക്കാം, കളയാതെ. എന്നത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് അതിന് പരിപ്പിനകത്തോട്ട് ഒഴിക്കാൻ തടുക്ക ഉണ്ടാക്കാം. ഒരു വലിയ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു, ഇച്ചിരി കടുകും ഇച്ചിരി വറ്റൽ മുളകും ഇട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇട്ട് നമുക്കിതിൻ്റെ പുറത്ത് കൊണ്ടൊഴിക്കാം, പരിപ്പിൻ്റെ പുറത്ത്. ഇതാണ് ഇപ്പം നമ്മുടെ ദാൽ തടുക്ക റെഡിയായേ. കണ്ടോ? എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. ചോറിൻ്റെ കൂടെ ഒക്കെ, ചപ്പാത്തിക്ക് കറിയായിട്ടും ഒക്കെ കഴിക്കാം. പിന്നെ മല്ലിയില ഒഴിച്ചിട്ടിടണം മേളിലോട്ട്. പിന്നെ നമുക്ക് കുറച്ച് പാത്രത്തിലോട്ട് ബാസുമതി അരിയാണ് ചോറ് വെച്ചത്. പപ്പടം, നാരങ്ങ, ഉള്ളി, പിന്നെ നമ്മുടെ സൈഡിലോട്ട് പരിപ്പൊഴിച്ച് കൊടുത്തു. പിന്നെ ഒരു പച്ചമുളക്, ഒരു സ്പൂണിനകത്തോട്ട് ചോറിങ്ങനെ ഇളക്കിയെടുത്തിട്ട് ഒരു ഉള്ളിയുടെ പീസ് വെക്കണം. നാരങ്ങ അങ്ങോട്ട് പിഴിഞ്ഞൊഴിക്കണം. അച്ചാർ വെച്ചിട്ടുണ്ട്.
ഒരു സ്പൂണ് ചോറിങ്ങനെ കോരി വായിലോട്ട് വെച്ചിട്ട് ഈ മുളക് എടുത്തൊന്ന് കടിക്കണം. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.